കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിത മുസ്തഫ ജയിൽ മോചിതയായി. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ജയിലിന് പുറത്തുവന്ന ഷിംജിതയുടെ പ്രതികരണം. ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ രണ്ടാൾ ജാമ്യത്തിലാണ് ജാമ്യം. മാസത്തിൽ രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. നേരത്തെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ഷിംജിത ജാമ്യം തേടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ദീപകിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട സാഹചര്യം കേസിൽ ഇല്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഷിംജിതയുടെ ജാമ്യം നിരാശയുണ്ടാക്കിയെന്നായിരുന്നു ദീപകിന്റെ കുടുംബം പ്രതികരിച്ചത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പോൾ അവളുടെ ജാമ്യത്തിന് അവളെ ഒരിക്കലും ഞങ്ങൾക്ക് ജാമ്യം കൊടുത്തതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഇനിയിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവേ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിന് മനം നൊന്താണ് ദീപക് ജനുവരി 17 ജീവനൊടുക്കിയത്. ഒളിവിലായിരുന്ന ഷിംജിത ജനുവരി 21 വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും പോലീസിന്റെ പിടിയിലാകുന്നത്. കഴിഞ്ഞ 21 ദിവസമായി ഷിംജിത മുസ്തഫ റിമാൻഡിൽ കഴിയുകയായിരുന്നു. ശക്തമായ വാദമുഖങ്ങളാണ് കോടതിയിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. വിഷ്ണു കച്ചേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.